നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഫെംഫ്രെയിമിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് റിൻസി വേണു. റിൻസി നല്ലൊരു ഭരതനാട്യം നർത്തകിയാണ്. ബേസിക്കലി അഡ്വക്കേറ്റ് ആണ്. എന്നാൽ അതെല്ലാം മാറ്റിവെച്ചിട്ട് റിൻസി നൃത്തത്തിനായിട്ട് രണ്ടും കൽപ്പിച്ചിറങ്ങി തിരിച്ചിരിക്കണം. ഒരു വർഷമായിട്ട് വളരെ സീരിയസ് ആയിട്ട് റിൻസി ഭരതനാട്യം അഭ്യസിക്കുന്നത്. അതിന് മുന്നേ 5 വർഷത്തോളം പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് സന്താൻ ധനഞ്ജയൻ മാസ്റ്റർ അടുത്താണ് പോയിട്ട് മദ്രാസിൽ നിന്ന് പഠിക്കുകയാണ്. ഇത് മാത്രമല്ല ഭരതനാട്യത്തിൽ MA ചെയ്യുന്നു. വളരെ തീവ്രമായിട്ടുള്ള ഒരു ബന്ധം അല്ലെ നൃത്തവുമായിട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പുറപ്പാടിലാണ് റിൻസി. സ്വാഗതം ചെയ്യാം നമുക്ക് ഫെംഫ്രെയിമിലേക്ക്. നമസ്കാരം റിൻസി. ഈ പറഞ്ഞ പോലെ LLB എടുത്ത ഒരാള് എൻറോൾ ചെയ്തു, കുറച്ച് നാളെ പ്രാക്ടീസ് ചെയ്തു, എന്നിട്ട് പിന്നെ പെട്ടെന്ന് നൃത്തത്തിലേക്ക് അങ്ങ് പോകാം എന്ന് വിചാരിക്കാനുണ്ടായ കാരണം എന്താ? പെട്ടെന്നല്ല, എനിക്ക് ഇങ്ങനെ കുഞ്ഞിലേ തൊട്ടുള്ള ആഗ്രഹമാണ് ഡാൻസ് ഫീൽഡ്, ഒരു ഡാൻസിൽ മെയിൻ ഡിഗ്രി എടുക്കണം, അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ തന്നെ ഡാൻസ് ആയിട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ പഠിച്ചു വന്നപ്പോ വീട്ടിലെ ഒരു നിർബന്ധവും എല്ലാം കൂടെ ഒക്കെ ആയിട്ട് അത് ലോയിലോട്ടങ്ങ് മാറി. അപ്പൊ ലോ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നീ എന്ത് വേണേലും ചെയ്തു എന്നൊരു പാരന്റ്സിന്റെ പ്രോമിസ് ഉണ്ടായിരുന്നു. അപ്പം ലോ കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേക്കാണ് ഞാൻ റിഗാറ്റയിലാണ് ഡാൻസ് LLBക്ക് പഠിക്കുന്ന സമയത്താണ് റിഗാറ്റയിൽ ജോയിൻ ചെയ്യുന്നത്. അതെ, അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമില് കലിക്കാവരി എന്നൊരു കോളേജ്, അവിടെ ഡാൻസിന്റെ ഓഫ് ക്യാമ്പസ് ഒരു ഡിഗ്രി അങ്ങനെ ഒരു പ്രോഗ്രാം. അപ്പൊ അതില് ഡിപ്ലോമ ഞാൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഡയറക്റ്റ് മാസ്റ്റേഴ്സ് ചെയ്യാം. എത്ര നാളത്തെയാണ് കോഴ്സ്? അത് ഡിപ്ലോമ 1 year, പിന്നെ മാസ്റ്റേഴ്സ് 2 years. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നപ്പോ എനിക്ക് തോന്നി എന്തുകൊണ്ട് ആഗ്രഹം ഇപ്പൊ തന്നെ അങ്ങ് സാധിച്ചുകൂടാ. അങ്ങനെ ഞാൻ ഡിപ്ലോമയ്ക്ക് ജോയിൻ ചെയ്തു. ഗ്രീൻ സിഗ്നൽ തന്നു കാരണം ഞാൻ അവിടെ പ്രോമിസ് കീപ് ചെയ്തു. അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉണ്ടായി. അപ്പം എനിക്ക് കോടതിയിലും പോകണം എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഞാൻ ഈ കോഴ്സിന് ജോയിൻ ചെയ്തത്. ഇപ്പം ഓഫ് ക്യാമ്പസ് ആയതുകൊണ്ട് രണ്ടും കൊണ്ടുപോകാം എന്നുള്ള ഇതിൽ ജോയിൻ ചെയ്തെങ്കിലും കൂടുതൽ അത് അറിഞ്ഞു വന്നപ്പോൾ അതിന് കൂടുതൽ പഠിക്കാനുണ്ട്, കൂടുതൽ അറിയാനുണ്ട്, തിയറിറ്റിക്കൽ നോളേജ്. അപ്പോ എങ്കിൽ എന്റെ ഒരു ആഗ്രഹം മറ്റൊരാഗ്രഹമായിരുന്നു കലാക്ഷേത്രയിൽ പോകണം, ധനഞ്ജയൻ മാസ്റ്ററിന്റെ അടുത്ത് പഠിക്കണം. ശരിയെങ്കിൽ ഇപ്പൊ ഈ ടൈമിൽ തന്നെ ആകട്ടെ എന്ന് വെച്ചു. തൽക്കാലത്തേക്കും ലോ പ്രാക്ടീസ് മാറ്റി വെച്ചു. തൽക്കാലത്തേക്ക്. പക്ഷെ ഇപ്പം അതിന്റെ ഡിപ്ലോമ കഴിഞ്ഞു, അതിന്റെ MA ചെയ്യുന്നു. തീർച്ചയായിട്ടും അതിന്റെ ഒരു അടുത്ത പടി എന്ന് പറയുന്നത് റിസർച്ച് വർക്കോ PhD അങ്ങനെ എന്തെങ്കിലും ഡോക്ടറേറ്റ് ഒക്കെ എടുക്കണമെന്നുണ്ട്. പക്ഷെ ഞാനിപ്പം ഒരു ഡാൻസിൽ അത്ര വലിയൊരു ഇതല്ല, ജസ്റ്റ് ഒരു ബിഗിനർ മാത്രമാണ്. ഡിപ്ലോമ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പാസ്സായി. ഇപ്പൊ മാസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാം, അതാണ് ആദ്യത്തെ ഉദ്ദേശം. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താന്ന് വെച്ചാൽ ഈ ഭരതനാട്യം ഇഷ്ടപ്പെടുന്ന ഓരോ നർത്തകിയായാലും നർത്തകനായാലും വളരെയധികം ആഗ്രഹിക്കുന്നതാണ് ഈ പറഞ്ഞ പോലെ ധനഞ്ജയ മാഷിന്റെ അടുത്തോ അല്ലെങ്കിൽ സന്താ ധനഞ്ജയന്റെ അടുത്തോ എല്ലാം ഒന്ന് പഠിക്കുക എന്നുള്ളത്. ദൈവം സഹായിച്ച് അങ്ങനെ ഒരു ഭാഗ്യം റിൻസിക്ക് ഉണ്ടായി. ആ ഒരു ശിക്ഷണ രീതിയെ കുറിച്ചൊന്നും പറയാം. മാസ്റ്റർ ഒക്കെയും ശരിക്കും നമുക്ക് ഒരു ഗുരുവിനേക്കാൾ ഉപരി നമ്മുടെ ഒരു അച്ഛന്റെയും അമ്മയുടെയും അതേ വാത്സല്യത്തോടാണ് നമ്മളോട്. പിന്നെ ക്ലാസ്സസിന്റെ രീതി എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അവിടെ ഫുൾ ടൈം ഡാൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ തിരക്കാണെങ്കിലും മാസ്റ്ററിന് ടൈമൊക്കെ കിട്ടുമ്പോൾ തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പിന്നെ ശാന്താക്ക ക്ലാസ്സസ് എപ്പോഴെങ്കിലുമൊക്കെ വന്ന് ക്ലാസ്സസ് എടുക്കും. പിന്നെ സ്ട്രിക്റ്റ് ആയിട്ട് ഉള്ള അപ്രോച്ചാണ്, എന്ന് വെച്ചാൽ റൂൾസ് ഒക്കെ ഫോളോ ചെയ്ത് യൂണിഫോം മസ്റ്റ് ആണ്. പിന്നെ ഒരു റെഗുലർ പ്രാക്ടീസ്, അതിൽ കംപ്ലീറ്റ് ഡെഡിക്കേഷൻ, നമ്മുടെ ഹെൽത്ത് നോക്കണം, ഫുഡ് നോക്കണം, അതൊക്കെ നമുക്ക് അഡ്വൈസ് തരും, നമുക്ക് എങ്ങനെയൊക്കെ ഇംപ്രൂവ് ചെയ്യാം. പിന്നെ കോൺഫിഡൻസ്, ഫിഗർ കീപ്പ് ചെയ്യേണ്ടത് എങ്ങനെ, എല്ലാം പറഞ്ഞു. എന്ന് മാത്രമല്ല നിങ്ങൾക്ക് പ്രാക്ടീസിനിടയ്ക്ക് വെള്ളം കുടിക്കാൻ പാടില്ല എന്നുള്ളത് വളരെ നിർബന്ധമാണ്. അങ്ങനെയൊന്നും വിടില്ല, സമ്മതിക്കില്ല. താനിടാൻ പാടില്ല. പിന്നെ ഭക്ഷണം കൃത്യമായി കഴിച്ചിട്ട് വരണം. ഇച്ചിരി മടിയൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി വെച്ചിട്ട്. എത്ര മണി തൊട്ട് എത്ര മണി വരെയാണ് ഞങ്ങൾക്ക് ക്ലാസ്? 9 to 12 1 അങ്ങനെയൊക്കെ പോകും. പിന്നെ എന്തെങ്കിലും പ്രൊഡക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പ്രാക്ടീസ് എക്സ്ട്രാ ടൈം വൈകിട്ടോ അല്ലെങ്കിൽ ഫുൾ ഡേയോ അങ്ങനെയൊക്കെ ഓരോ പ്രോഗ്രാം അനുസരിച്ച്. മാസ്റ്റർ കൂടെ പ്രോഗ്രാം ചെയ്യാൻ പോകുമോ? മാസ്റ്ററിന്റെ കൂടെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. എന്നാലും ഭരതകലാഞ്ജലിയുടെ തന്നെ പ്രൊഡക്ഷൻസ്, ഡാൻസ് ഡ്രാമ, അങ്ങനെയുള്ള പ്രൊഡക്ഷൻസ് അവരുടെ സീനിയേഴ്സ് ചെയ്യുന്ന ഗ്രൂപ്പിലൊക്കെ ചെയ്യാനുള്ള ഒരു അവസരം ചെന്നപ്പോ തന്നെ മാസ്റ്റർ ഒക്കെ തന്നിട്ടുണ്ട്. അതൊരു വലിയ കാര്യമല്ലേ, എക്സ്പീരിയൻസ് കിട്ടുക എന്ന് പറയുന്നത് അല്ലെ. റിൻസി ഇപ്പൊ പറഞ്ഞായിരുന്നു 5 വർഷം ഇവിടെ പഠിച്ചതിന് ശേഷം പിന്നെ അവിടെ 1 വർഷം പഠിച്ചപ്പോ കുറച്ചും കൂടെ എല്ലാം ഇഷ്ടം തോന്നി, അറിയണം തോന്നി. എന്താണ് അതിനകത്തോട് കൂടുതൽ ഇഷ്ടം തോന്നാനും അറിയണം തോന്നാനും കാരണം? എന്തുകൊണ്ടെന്ന് എനിക്ക് ആ ഒരു അറ്റാച്ച്മെന്റ്
ഡാൻസിനോടുണ്ട്. തുടക്കത്തിൽ ഭരതനാട്യം മാത്രമാണോ പഠിച്ചു തുടങ്ങിയത്? അതെ, അതുകൊണ്ടായിരിക്കാം. വേറെ ഒന്നും മോഹിനിയാട്ടം? ഇല്ല, ഞാൻ പഠിച്ചിട്ടില്ല. എന്നാലും ബ്രിഗേഡിലുള്ള സമയത്ത് നമുക്ക് ഷോസ് ഒക്കെ ചെയ്യുമ്പോൾ മോഹിനിയാട്ടം, കുച്ചിപ്പുടി എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അപ്പം മോഹിനിയാട്ടം ഞാൻ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ടീച്ചറിന്റെ അടുത്ത് തന്നെ, ഗിരിജ ടീച്ചറിന്റെ അടുത്ത്. എങ്കിലും സീരിയസ് ആയിട്ട് ഞാൻ ഭരതനാട്യം കാണണമെന്നുണ്ടെങ്കിൽ മനസ്സിലതിന്റെ ഏതെങ്കിലും ഒരു ഇഷ്ടം തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഈ കുഞ്ഞിലേ തന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തന്നെ തുടങ്ങിയിരുന്നു. അത് തുടങ്ങിയത് കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞൊരു മാസ്റ്ററാണ്. അത് മാസ്റ്ററും ധനഞ്ജയൻ സാറിന്റെ ഡിസൈപ്പിൾ ആണ്. അപ്പം മദ്രാസിൽ തന്നെ നിന്നു. പിന്നെ അവിടെ ഈ ഒത്തിരി ഡാൻസ് കച്ചേരികളൊക്കെ നമുക്ക് കാണാം. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് എങ്ങനെയോ അറിയാതെ ഒരു ഇഷ്ടം. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലായിരിക്കും. എന്തായാലും റിൻസി ഇപ്പൊ ഇങ്ങനെ ഇരുന്നിട്ട് റിൻസിയുടെ അടുത്ത് ഒന്ന് ചെയ്ത് കാണിക്കാമോ എന്ന് ചോദിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഒന്ന് കാണാം, പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് റിൻസിയുടെ ഒരു പെർഫോമൻസ് കാണാം. No.